ഗുഡ് മോർണിംഗ് എവ്രിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ഇപ്പോൾ കർത്താവ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ, ഫാദർ യുവർ കിങ്ഡം കം. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ രാജ്യം എന്നിൽ വരണമേ, നിങ്ങളുടെ രാജ്യം എൻ്റെ വീട്ടിൽ വരണമേ, ഞാൻ താമസിക്കുന്ന പട്ടണത്തിൽ, സ്റ്റേറ്റിൽ, കൺട്രിയിൽ, ലോകമെമ്പാടും നിങ്ങളുടെ രാജ്യം വരണമേ, നീതി വരണമേ, സന്തോഷം ഉണ്ടാകണമേ, സമാധാനം ഉണ്ടാകണമേ. ഇതാണ് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ പിന്നെ യേശു ഇന്നലെ നമ്മൾ കേട്ടല്ലോ, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ വറി ചെയ്യണ്ട, വിചാരപ്പെടണ്ട എന്ന് കർത്താവ് പറയുകയാണ്. ഈസ് ലൈഫ് മോർ ദാൻ ഫുഡ്. നിങ്ങളുടെ ജീവിതം മോർ ദാൻ ഫുഡാണ്, അല്ലേ? ഭക്ഷണത്തെക്കാട്ടിലും എത്ര വലുതാണ് നിങ്ങളുടെ ജീവിതം. പിന്നെ നിങ്ങളുടെ ശരീരം ഡ്രസ്സിനെക്കാട്ടിലും എത്ര വിലപ്പെട്ടതാണെന്ന്. എന്നിട്ട് യേശു പറയാണ് ഒരു എക്സാമ്പിൾ. ലുക്ക് അറ്റ് ദ ബേർഡ്സ് ഓഫ് ദി എയർ. ആകാശത്തിലെ പറയാൻ നോക്കിക്കേ, ദൈവത്തിൻ്റെ സൃഷ്ടി. പക്ഷികളെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് വല്ല നിങ്ങൾ അവരെ നോക്കി ഒത്തിരി പഠിക്കാനുണ്ട്. ഈ നാഷണൽ ജോഗ്രഫിക് ചാനലുണ്ടല്ലോ, ജോഗ്രഫിക് ചാനൽ, പിന്നെ അനേക അങ്ങനെ ആനിമൽ പ്ലാനറ്റ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ, ഡിസ്കവറി ചാനൽ. ഇതിലൊക്കെ ഇങ്ങനെ ഈ ബേർഡ്സിനെ, ഇങ്ങനെ ഫിഷിനെ, ആനിമൽസിനെയൊക്കെ ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് വലിയ സൃഷ്ടാവാണ് നമ്മുടെ ദൈവം. ഈസ് എ ക്രിയേറ്റർ. ഹൗ മെനി വെറൈറ്റീസ്, ഹൗ മെനി സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആൻഡ് ഫിഷ് ആൻഡ് ആനിമൽസ്, റെപ്റ്റൈൽസ്. ഇതൊക്കെ നമുക്കൊന്നും ഊഹിക്കാൻ പറ്റിയല്ല. അത്രയും വലിയ ദൈവമാണ്. അതിപ്പോഴും എത്ര കൊല്ലങ്ങളായി, ഇപ്പം അല്ലേ, ഒരു 2000-3000 കൊല്ലങ്ങളായി, എന്നിട്ടും ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിസ്കവറി ചാനലൊക്കെ. അത്രയ്ക്ക് വലിയ ദൈവമാണ്. അപ്പോൾ യേശു പറയുകയാണ്, ലുക്ക് അറ്റ് ദ ബേർഡ്സ് ഓഫ് ദി എയർ. ആ ദൈവം പറയാണ്, ഇതെല്ലാം സൃഷ്ടിച്ച ദൈവം മനുഷ്യനായി വന്നിട്ട് ഈ ഭൂമിയിൽ നടന്നപ്പോൾ ഇത് പ്രസംഗിച്ചതാണ്. മലമേലുള്ള പ്രസംഗത്തിൽ പ്രസംഗിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, അത് 5, 6, 7. യു ലുക്ക് അറ്റ് ദ ബേർഡ്സ് ഓഫ് ദി എയർ. നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. പക്ഷെ യേശു പറയാണ്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ എന്ന്. ആർ യു നോട്ട് മോർ വാല്യുബിൾ ദാൻ ദേ? ഈ പക്ഷികൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ബാഗൊക്കെ എടുത്തുകൊണ്ട് പോണത്? വിതയ്ക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ബാഗ് നിറച്ച് കുറേ നെല്ലും അല്ലെങ്കിൽ ഗോതമ്പ് അതെടുത്തുകൊണ്ട് വിതയ്ക്കാൻ പോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷികൾ ഒരു വലിയ സ്റ്റോർ ഹൗസൊക്കെ ഇങ്ങനെ കെട്ടി അതിൻ്റെ അത് നിറച്ച് വെക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ ഇങ്ങനെ ആ കാണുന്ന കർത്താവ് അവർക്ക് കൊടുക്കുന്നുണ്ട്, അല്ലേ? ആ മരത്തിൽ നിന്ന് കുറേ ഫ്രൂട്ടുകൾ തിന്നും. അല്ലെങ്കിൽ നമ്മൾ വല്ല ഉണങ്ങാനിട്ടാൽ അതൊക്കെ എങ്ങനെ തിന്നും. ടെറസിൽ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഗോതമ്പ് കഴുകി, പണ്ട്, ഇപ്പം ഞാൻ ഗോതമ്പ് പൊടി മേടിക്കുകയാണ്, ആശീർവാദാട്ടാന്ന് പറഞ്ഞ് അതൊക്കെ മേടിക്കുകയാണ്. നേരത്തെ ഞാനിങ്ങനെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ടെറസയിൽ, കഴുകി ഉണങ്ങും. അപ്പോൾ എന്താ ചെയ്തത്, ഈ പക്ഷികൾ വന്ന് അവരുടെ വീതങ്ങൾ തിന്നേച്ച് പോകും. എന്നിട്ട് നല്ലപോലെ പാട്ടും പാടി സ്വർഗസ്നായ പിതാവെ സ്തുതിച്ചുകൊണ്ട് പോകും. ഇനി ഒരു ദിവസം ഞാനിങ്ങനെ സിറ്റിക്കടെ ഞങ്ങളുടെ കാറിൽ പോവുകയാണ്, മിനിസ്ട്രിക്ക് വേണ്ടി പോവുകയാണ്. അതിൻ്റെ മുമ്പിലുണ്ടൊരു ട്രക്ക് പോലെ, ഒരു ചെറിയൊരു ലോറി പോലെ. അതിൻ്റെ അകത്ത് കുറേ ഇങ്ങനെ ധാന്യങ്ങൾ, അതായത് റൈസ് ബാഗ്സാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലൊരു 50 പക്ഷികളുണ്ട്, 50 പിജിയൻസ്. ദേ ആർ സിറ്റിങ്. ഈ ഡ്രൈവറിന് അറിയില്ലല്ലോ, ആർക്കും അറിയില്ല എന്തേലും അതിന്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കുറേ അങ്ങ് തീരും. ഒന്ന് ഓർത്ത് വയ്ക്കേ. അങ്ങനെയൊക്കെയാണ് ഈ ദൈവം ആ പക്ഷികളെ പുലർത്തുന്നത്. അവരൊന്നും ഗ്യാദർ ചെയ്യണ്ട, അവരൊന്നും സ്റ്റോർ ചെയ്യണ്ട. നമ്മളാണെങ്കിൽ ഒരു മാസത്തേക്ക്, ഒരു വർഷത്തേക്കൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റോർ ചെയ്താൽ എന്നാ പറ്റും? ആ പുഴു പിടിക്കും, അല്ലേ? കുറേ പുഴു പിടിക്കും, കുഴ അങ്ങനെയാകും. നമ്മളെല്ലാം സ്റ്റെയിൽഡ് ഫുഡ്, അതെല്ലാം നമുക്ക് ഒത്തിരി വിചാരപ്പെടേണ്ട, ഒത്തിരി ഒരാഴ്ചത്തേക്കൊക്കെ മേടിച്ച് വയ്ക്കാം കേട്ടോ. നമുക്ക് എന്നും ഷോപ്പിങ്ങിന് പോകണ്ടല്ലോ. ഞാൻ ചിലപ്പം എൻ്റെ ഡ്രൈവറാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് കുറേ നാളത്തേക്ക്, അല്ലെങ്കിൽ അന്നൊന്നും വേണ്ടുന്ന ആഹാരം എനിക്ക് തരണേന്നല്ലേ പ്രാർത്ഥിച്ചേ. അപ്പം ദിവസമുള്ളത് ദിവസം ദൈവം തരും. ചിലർക്കൊക്കെ പണം കാണുകയില്ല, ഇന്നത്തെ ആവശ്യത്തിനുള്ളത് ദൈവം കൊടുക്കും, ദൈവം തരും നിങ്ങൾക്ക്. അതെല്ലാം സ്റ്റോർ ചെയ്ത് ഞാൻ നേരത്തെയൊക്കെ കുറേ അരി ബാഗൊക്കെ മേടിച്ച്, ഞങ്ങൾ ആന്ധ്രയിലല്ലേ, അത് ഹൈദരാബാദിൽ താമസിക്കുന്നതാണ്. അപ്പോൾ ഈ കർണൂൾ റൈസ് എന്നും പറഞ്ഞ് നല്ല ചീപ്പായിട്ട് ബെസ്റ്റ് റൈസ് കിട്ടും, വെരി നൈസ് സോണം റൈസ് അങ്ങനെ കിട്ടും.
അപ്പോൾ ഞാനൊരു 5-6 ബാഗ് കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചു. പണ്ടായിരുന്നു കേട്ടോ. അത് ഒരു ബാഗ് തീർന്നപ്പോഴത്തേക്കും മറ്റേ ബാഗിൽ മുഴുവൻ പുഴുവായി. അത് പിന്നെ തിന്നാനും കൊള്ളുകയില്ല, ഒന്നിനും കൊള്ളുകയില്ല. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അത് കളയേണ്ടി വന്നു. അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് കാര്യമില്ല. കളപ്പരയിൽ നിങ്ങൾ ബേഡ്സിനെ നോക്കുക, നിങ്ങൾ പക്ഷികളെ നോക്കുക എന്നാണ് കർത്താവ്. എത്ര വിസ്ഡമാണല്ലേ, എത്ര ജ്ഞാനത്തോടെയാണ് ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ അതേപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യേണ്ടെന്നല്ല അർത്ഥം. കർത്താവിനെ അത്ര ആശ്രയിക്കാനാണ് പറയുന്നത്. യു ട്രസ്റ്റ് ഇൻ ദ ലോഡ്, ഹി വിൽ പ്രൊവൈഡ് യു. ഞാൻ എത്രയോ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പാസ്റ്റർ, അമേരിക്കയിലുള്ള പാസ്റ്ററാണ് ഞങ്ങളുടെ ചർച്ചിൻ്റെ നേരത്തെ. അപ്പോൾ ആ പാസ്റ്റർ പറയുമായിരുന്നു, അവരുടെ ഫാമിലിയിൽ ആകെ 8 പേരുണ്ട്, 8 അംഗങ്ങളുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അവരെല്ലാം ഭക്ഷണം ഇല്ല അവർക്ക്. പോവർട്ടി അമേരിക്കയിൽ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഇന്ത്യയിലും സംഭവിക്കാറുണ്ട്. ഒത്തിരി ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ ഡിന്നർ സമയമാണ്. 6 പിള്ളേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെ 8 പേരുണ്ട്. മേശയ്ക്ക് ചുറ്റും പ്ലേറ്റ് ഇരിപ്പുണ്ട്, പിന്നെ ഗ്ലാസും വെച്ചിട്ടുണ്ട്. ഭക്ഷണമില്ല, ഒന്നുമില്ല. പക്ഷേ അവർ വിശ്വാസത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥന ആമേൻ പറഞ്ഞപ്പോൾ ഉണ്ട് അവരുടെ ഒരു നോക്ക് കേൾക്കുന്നു, ഒരു മുട്ട്. ആ ഡോറിൽ അവർ ഇങ്ങനെ മുട്ടുകയാണ്. അപ്പം നോക്കിയപ്പോൾ ഉണ്ട് അയൽവക്കത്തുള്ള ഒരു മനുഷ്യൻ, അവരുടെ കല്യാണത്തിൽ നിന്ന് എന്തോ ഫെസ്റ്റിവലായിരുന്നു, മാരേജ് ഫീസ്റ്റ് എന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്കി വന്ന ഭക്ഷണം എല്ലാം ഇങ്ങ് കൊണ്ടുവന്ന് കൊടുക്കും. ദൈവം പറഞ്ഞെന്ന് ഇവിടെ കൊടുക്കാൻ. അങ്ങനെയൊക്കെ എത്രയോ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നല്ല സുഭിക്ഷമായിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ദൈവം അതാത് സമയത്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുന്ന സ്വർഗീയ പിതാവാണ്. ഞാൻ ചിലപ്പം ഹൃദയത്തിൽ ആഗ്രഹിച്ചാൽ മതി, ഞാൻ ചോദിക്കുകയില്ല, ഒന്നുമില്ല. പക്ഷേ ഹൃദയത്തിലൊന്ന് തോന്നിയാൽ മതി, അയ്യോ അത് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി തരുന്ന സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. അപ്പോൾ ആകാശത്തിലെ പക്ഷികളെ നോക്കി പഠിക്കാനാണ് യേശു പറയുന്നത്. നമുക്കങ്ങനെ ഫുൾ ട്രസ്റ്റ്, എല്ലാം ദൈവത്തിന് വേണ്ടി, ദൈവത്തെ അങ്ങോട്ട് ആശ്രയിക്കാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.